ഗോപീജ गिरिवरधारी यशोदनन्दन व्रजजनरञ्जन यमुनतिरावनचारी जय राधमाधव कुञ्जविहारी गोपीजनवल्लभा गिरिवरधारी यशोदनन्दन व्रजजनरञ्जन यमुनतिरावनचारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवसादि गौरभक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ओम अज्ञानतिमिरन्धस्य ज्ञानाज्ञानाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सुपदान्तिकं वन्देकं श्रीगुरु श्रीयुतापदकमलं श्रीगुरून् वैष्णवांश श्रीरूपं साग्रजातं सगणरघुनाथानिधं तं सजीव साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखानिधांश हे कृष्ण करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांद राधा कांद नमस्ते तप्त कांचन गौरंगी राधे वृंदावनेश्वरी शकानिसुते देवी प्रणमामि हरिप्रिय वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम सत्सत। शिला प्रभात की जय गुरुदेव की जय अनंत कोटि वैष्णव वृंद की जय समवायत भक्त वृंद की जय हरिनाम संकीर्तनम की जय निताय गौर प्रमानंदे हरि हरि बोल हरे कृष्ण। അപ്പോൾ നമ്മളുടെ ഹരേ കൃഷ്ണ ഇന്നത്തെ ഇത് 2:40 ഭഗവത്ഗീത യഥാരൂപം രണ്ടാമത്തെ അധ്യായത്തിൽ ഗീതാവിഷയ സംഗ്രഹം എന്ന ഈ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നേഹാവിക്രമനാശോ അസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത് നേഹാവിക്രമനാശോ അസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത് നേഹാവിക്രമനാശോ അസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുന്നവരുണ്ടോ? ഇല്ല. ഓക്കെ. ശില പ്രഭുപാദ് കി ജയ്. ശില പ്രഭുപാദിന്റെ പദാനുപദ തർജ്ജമ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഇഹ ഇതിൽ അഭിക്രമനാശ ഉദ്യമത്തിന്റെ നഷ്ടം ന അസ്തി. അഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ വായിക്കാം. വായിച്ചോളൂ മാതേ. ക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി ജയ്. ശീല പ്രഭുപാദിന്റെ പദാനുപദ തർജ്ജമ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഇഹ ഇതിൽ അഭിക്രമനാശ ഉദ്യമത്തിന്റെ നഷ്ടം ന അസ്തി സംഭവിക്കുന്നില്ല. പ്രത്യവായ ന്യൂനത ന വിദ്യത ഉണ്ടാകുന്നില്ല. അസ്യ ധർമ്മസ്യ ഈ ധർമ്മത്തിന്റെ സ്വൽപമപി വളരെ കുറച്ചായാൽ പോലും മഹതഹ മഹത്തായ ഭയാത് ഭയത്തിൽ നിന്ന് ത്രായതെ രക്ഷിക്കുന്നു.
വിവർത്തനം ശില പ്രഭാത് കി ജയ്. നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിനില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയത്തിൽ നിന്ന് രക്ഷ നൽകും. ഭാവാർത്ഥം ശില പ്രഭാത് കി ജയ്. കൃഷ്ണാവബോധത്തോടെ അഥവാ ഇന്ദ്രിയ സംതൃപ്തിയെ കാംക്ഷിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്നതത്തെ കർമ്മത്തിന്റെ അതീന്ദ്രിയ വൈശിഷ്ട്യം. അത്തരം പ്രവർത്തനങ്ങൾ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഒരിക്കലും അവ നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. ഇവിടെ ശില പ്രഭുപാദ് ഭാവാർത്ഥത്തിലും പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, ഈ ബിസിനസ്സിൽ ആർക്കും നഷ്ടം ഇല്ല, ലാഭമേ ഉള്ളൂ എന്ന്. അത് ഏത് സൈഡിൽ കൂടെ നോക്കിയാലും, 4 ഭാഗത്തും കൂടി നോക്കിയാലും, ഈ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു രീതിയിലും നഷ്ടം സംഭവിക്കുന്നില്ല എന്നാണ് ക്ലിയർ ആയിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നത്. കാരണം നമുക്കറിയാം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണ്. എന്താന്ന് വെച്ചാൽ, ഈ ഭൗതിക ലോകത്ത് ഭോഗം, അതായത് ഭോഗം, ഭയം, ശോകം ഇത്യാദി കാര്യങ്ങളിൽ 14 ലോകമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതായത് ദേവലോകത്ത് നമ്മൾ കണ്ടു ഭോഗമാണ് കൂടുതലും, നരകലോകത്ത് താഴത്തെ ലോകത്തിൽ ഭയമാണ്, ഭൂമി ഈ നരകലോക താഴത്തുള്ള താഴത്തെ ലോകത്തിലും മുകളിലുള്ള ലോകത്തിൻ്റെയും ഇടയിലായിട്ട് ഭൂമിയുണ്ട്. അവിടെ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ശോകമുണ്ട്. അപ്പൊ ഭയം, ഭോഗം, ശോകം ഇത് നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഇതിലാണ് നമ്മൾക്ക് ഈ 3 കാര്യത്തിലാണ് നമ്മളെ ബന്ധനസ്ഥനാക്കുന്നത്, പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ. എന്നാൽ സ്വല്പം അല്പസ്യ ധർമ്മസ്യ, ചെറിയൊരു ഭാഗമെങ്കിലും ഭഗവത് സേവയിൽ വ്യാപൃതനായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല. ഈ ഉന്നമനത്തിൽ അല്ലെങ്കിൽ ഈ ഉദ്യമത്തിൽ ലാഭമേ ഉള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഭാഗവതം പറയുന്ന 4 കുമാരന്മാര് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, യസ്യ സ്മരണേന മാത്രേണ, വിഷ്ണുവിനെ ഒരു വ്യക്തി സ്മരിച്ച മാത്രയിൽ ജന്മ സംസാര ബന്ധനാത്, ജനന മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം എന്ന് പറയുന്ന ഭവരോഗം അല്ലെങ്കിൽ സംസാര ചക്രത്തിൽ നിന്ന് ആ വ്യക്തിക്ക് വിമുച്ചതേ നമസ്തസ്മൈ വിഷ്ണവേ ഭ്രവവേ വിഷ്ണവേ, ആ വ്യക്തി രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവത്ഗീതയിൽ ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഏത് വ്യക്തി ഭഗവാന്റെ ആധ്യാത്മികതയിൽ ഒരല്പമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിൻ്റെ പിന്തുടർച്ചയായിട്ട് അടുത്ത ജന്മത്തിൽ പ്രാക്ടീസ് ചെയ്ത് ഭഗവത് ധാമത്തിൽ എത്തത്തക്ക രീതിയിലുള്ള ജന്മം കൊടുക്കുകയും ആയതിനാൽ ഈ ഉന്നമനത്തിൽ നഷ്ടമില്ല. കാരണം 84 ലക്ഷം ജീവരാശിയുടെ ജനന മരണ ചക്രത്തിൽ കുടുങ്ങാതെ മനുഷ്യ ജന്മം തന്നെ കിട്ടും എന്ന് ഭഗവാൻ ഇവിടെ ഇൻഷുർ ചെയ്തു തരുന്നു നമുക്ക്. അപ്പം ആ ഡെത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഡെത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയമാണ്. അതായത് ആർട്ട് ഓഫ് ലീവിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ആർട്ട് ഓഫ് ഡൈയിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്രകാരം നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ലാഭമേ ഉള്ളൂ ഈ കൃഷ്ണാവബോധ ബിസിനസ്സിൽ എന്ന് വ്യക്തമാക്കി തരുന്നു. തന്നെയുമല്ല, വീണ്ടും പത്മപുരാണം പറയുന്നുണ്ട്, അതതേ വർണ്ണതേ സ്വാഭി, ആരെ സ്തുതിക്കണം. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ആരെയാണ് സ്തുതിക്കേണ്ടത്. മഹിമ സുഖശാസ്ത്രജ, സുഖദേവസ്വാമിയുടെ മഹിമ, ജന്മം ഇത്യാദി കേട്ട മാത്രയിൽ മുക്തി കരതലേ സ്ഥിത, മുക്തി ഉള്ളംകൈയിലെത്തും എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊരു വ്യക്തി ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത കേട്ടു ആ ഭഗവത്ഗീതയോ ഭാഗവതോ സ്മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളം കയ്യിൽ മുക്തി എത്തും. അതുപോലെ
വളരെ പ്രധാനപ്പെട്ടതാണ്. മുക്തിദേവിയും ഭക്തിദേവിയും ചേട്ടത്തി അനിയത്തിയുമാണ്. എവിടെ ഭക്തിദേവി ഉണ്ടോ അവിടെ മുക്തിദേവി ഇന്ന മുക്തി പിടിച്ചോ 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 എന്ന് പറഞ്ഞ് പുറകെ നടക്കും. എന്നാൽ യഥാർത്ഥ ഭക്തൻ പറയും എനിക്ക് മുക്തി വേണ്ട. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ താഴത്തെ ലോകത്തില് ഭയമാണെന്ന്, അവിടെ താഴ്ന്ന ലോകങ്ങളിൽ പ്രകാശം കൊടുക്കുന്നത് നാഗമാണിക്യത്തിൽ നിന്നാണ് പ്രകാശം കിട്ടുന്നത്. ലോവർ പ്ലാനറ്ററിയിൽ അവിടെ പ്രകാശം, അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല. അവിടെ നാഗത്തിന്റെ തലയിൽ ആ നാഗമാണിക്യത്തിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് അവിടെ പ്രകാശം കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകേണ്ട ഗതികേട് വരുവില്ല എന്ന് വ്യക്തമാക്കി ഭഗവാൻ പറയുന്നു. കാര്യം സ്വല്പം ഒരല്പമെങ്കിലും ഭക്തിയോട് ഭഗവത് സേവ ചെയ്തു കഴിഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരിക്കലും അവ നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. ഭൗതിക തലത്തിലുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനായി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പാഴായി തീരുന്നു. അപ്പോൾ ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിക്കണമുണ്ട്. അല്ലെങ്കിൽ അതിനായിട്ട് ചെയ്ത കാര്യങ്ങൾ പാഴായിട്ട് പോകും. നമുക്കതൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടെ കൃഷ്ണൻ ബുദ്ധിയോഗം കൃഷ്ണാവബോധത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും അഥവാ ഭക്തിയോഗം എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്ന്, നേഹാഭിക്രമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്, ഈ ബുദ്ധിയോഗത്തിൻ്റെ പ്രോസസ്. നാനാശോ അസ്തി എന്ന് വെച്ചാൽ ഇതിൽ ഒരു തരത്തിലും നഷ്ടം ഇല്ല. പ്രത്യാവായുന വിദ്യതേ, ഈ മാർഗത്തിൽ ന്യൂനതകൾ ഇല്ല. സ്വൽപമൽപസ്യ ധർമ്മസ്യ, ചെറിയ തോതിൽ ഈ വഴി പിന്തുടർന്നാൽ എന്ത് ഫലം? ത്രായതോ മഹതോ ഭയാത്, അതിഭയങ്കര ഭയത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇതാണ് ഈ ശ്ലോകത്തിന്റെ രത്ന ചുരുക്കം. അപ്പോ അതിൽ പറയുന്നുണ്ട്, പ്രഭുപാദർ പറയുന്നു, ഇന്ദ്രിയ തൃപ്തി കാംക്ഷിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്നത് കർമ്മത്തിന്റെ അതീന്ദ്രിയത. അപ്പം ഏതൊരു വ്യക്തി ഇന്ദ്രിയ തൃപ്തി ആഗ്രഹിക്കാതെ അവന്റെ കർമ്മമാണെന്നുള്ള മനോഭാവത്തോടു കൂടി കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതീന്ദ്രിയത രണ്ട് കാര്യം പറയുന്നു. ഒന്ന്, കൃഷ്ണകൃപയ്ക്കായി പ്രാർത്ഥിക്കുക. രണ്ട്, ഇന്ദ്രിയ തൃപ്തി ആഗ്രഹിക്കരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രഭുപാദ ഈ ശ്ലോകത്തിലേക്ക് പറയുന്നത്. ഒന്ന്, കൃഷ്ണ തൃപ്തിക്ക് വേണ്ടി നമ്മൾ, കൃഷ്ണപ്രേമത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കൃഷ്ണൻ സന്തോഷിച്ചാൽ, അതായത് പ്രൈമറി ആയാൽ സെക്കൻഡറി ഓട്ടോമാറ്റിക് ശരിയാകും. പ്രൈമറി ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന ബാക്കി എല്ലാം സന്തോഷിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ ഈ രണ്ട് കാര്യം കൃഷ്ണാവബോധത്തിൽ പ്രധാനം, അഥവാ ബുദ്ധിയോഗ അല്ലെങ്കിൽ ഭക്തിയോഗ. അടുത്തത്, നമ്മൾ എന്തെല്ലാം നേടി ഒന്നും മരണശേഷം കൊണ്ടുപോകുന്നില്ല. അതൊരു ഉദാഹരണം തരുന്നു. ഭൗതികമായത് ആത്മീയമായത് കൊണ്ടുപോകും. ഭൗതികമായ ഒരു കാര്യവും നമ്മൾ മരണശേഷം നമ്മുടെ നശ്വരമായ ശരീരം നശിക്കുന്നതോടുകൂടി അത് നഷ്ടപ്പെടുകയും, എന്നാൽ ആത്മീയമായത് അനശ്വരമാണ്, അത് ശാശ്വതമാണ്, നിത്യനാണ്. ആ നിത്യനും ശാശ്വതനുമായ ആ ആത്മാവ് നമ്മളുടെ ആത്മീയതയിൽ നമ്മൾ എന്തുമാത്രം ചെയ്തു അത് എത്ര ജന്മം കൊടുത്താലും നമ്മുടെ പുറകെ വന്നുകൊണ്ടേ ഇരിക്കും. ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇനിയും ആത്മാവ് തഥാ ദേഹാന്തര പ്രാപ്തിയിൽ, ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും അടുത്ത ശരീരം സ്വീകരിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെല്ലാം ഭൗതികമായി നേടുന്നുവോ അതെല്ലാം ശരീരബന്ധനത്തിൽപ്പെട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഭൗതികമായിട്ട് നമ്മൾ എന്തൊക്കെ നേടുന്നുണ്ടെങ്കിൽ അതെല്ലാം ശാരീരിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരീരം നശിച്ചതോടുകൂടി അത് നശിക്കുന്നു. എന്നാൽ സ്വൽപമൽപസ്യ ധർമ്മസ്യ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ആത്മീയമായിട്ട്, ആധ്യാത്മികമായിട്ട് ഒരു വ്യക്തി എത്ര ശതമാനം ചെയ്യുന്നോ
അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ജന്മത്തെ അത് പൂർത്തീകരിക്കാനായിട്ട്, അതായത് ഒരു ഒരു ശുദ്ധജന്മം കിട്ടും. അതായത് നമ്മുടെ എല്ലാ വ്യക്തിക്കും, ചില വ്യക്തിക്ക് കിട്ടത്തില്ല, ഓൾമോസ്റ്റ് ആൾക്കാർക്കും കിട്ടും. നമ്മൾ ചെയ്ത പ്രവർത്തികളിൽ എന്തെങ്കിലും കമ്മിയുണ്ടെങ്കിൽ അത് പ്യൂരിഫിക്കേഷൻ ജന്മം എന്നുള്ള അതങ്ങനെ വരും. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും അങ്ങനെ ഒരു ജന്മമായിരിക്കാം, അറിയില്ല. അതെല്ലാം ആധ്യാത്മിക ഗുരുനാഥനും ഭഗവാനുമേ അറിയുള്ളൂ. അപ്പോൾ അത് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്യാരണ്ടി ഭഗവാൻ തരുന്നുണ്ട്, അടുത്ത ജന്മം മനുഷ്യജന്മം തന്നെ കിട്ടും എന്നുള്ളത്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയും ഭക്തിയോഗ ആത്മീയ ബന്ധനമായി ഭക്തിയോഗ ആത്മീയ ബന്ധനമായതിനാൽ എത്ര ശരീരം സ്വീകരിച്ചാലും അത് നമ്മളുടെ കൂടെ വരും. നമ്മൾ കണ്ടു. ഉദാഹരണം 25% കൃഷ്ണാപദം പ്രാക്ടീസ് ചെയ്തുവെങ്കിൽ അടുത്ത ജന്മം 26 എന്ന് തുടങ്ങും. ഇവിടെ ഭാഗവതം വീണ്ടും പറയുന്നു, എന്താന്ന് വെച്ചാൽ യാവത് കർണഗത നാസ്തി, ചെറിയ തോതിലെങ്കിലും ചെവി കൊണ്ട് സുഖശാസ്ത്ര കഥാക്ഷണം, ഭാഗവത കഥ കേൾക്കണം. സുഖഗോസ്വാമിയുടെ ഓംകാരവിന്ദത്തിൽ നിന്ന് വന്നത്, താവത് സംസാര ചക്രേ അസ്മിൻ ഭ്രമതേ അജ്ഞാന തപ പുമാൻ എന്ന് വെച്ചാൽ ഈ അന്ധകാരമാകുന്ന സംസാര ചക്രത്തിൽ കുടുങ്ങുകയില്ല. അപ്പൊ ചെറിയ ഒരു ശതമാനമെങ്കിലും അവനവന്റെ ചെവി കൊണ്ട് ഭഗവത്ഗീത, ഭാഗവതം ഇത്യാദി കേട്ട് കഴിഞ്ഞാൽ അജ്ഞാനമാകുന്ന ഈ ഭവലോകത്തിലെ ഭവസാഗരത്തിലെ ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ഭവസാഗരത്തിൽ കുടുങ്ങി ജീവിക്കേണ്ട ഗതികേട് വരുവില്ല എന്ന് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് 4 കുമാരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ വസ്തുത എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ചെറിയ തോതിൽ ഭക്തിയോഗം നടത്തിയാൽ ഫലം ത്രായതോ മഹതോ ഭയാത്, എന്നാൽ മരണശേഷം താഴ്ന്ന തരം ജീവിയിൽ ഈ ആത്മാവ് ജന്മമെടുക്കില്ല. അപ്പൊ ലോവർ പ്ലാനറ്ററിയിലോട്ടൊക്കെയുള്ള താഴ്ന്ന തരത്തിലോട്ടുള്ള ആ ജീവജാലങ്ങളിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ജന്മം കിട്ടില്ല. കാരണം നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള ഡൈമെക്കേഴ്സ് ആണ് ഈ ജന്മത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന അടുത്ത ജന്മത്തിലേക്കുള്ള ഡൈ ആണ് ഉണ്ടാക്കുന്നത്. ആയതിനാൽ ഒരു തരത്തിലും ആരും ഭയക്കണ്ട എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. കിട്ടുന്നത് ശരിയായ കൃഷ്ണാവബോധം ചെയ്യാനായി മനുഷ്യജന്മം തന്നെ കിട്ടും. നമ്മൾ ഡൈമേക്കേഴ്സ് ആണ്. ആയതിനാൽ അടുത്ത ജന്മം നമ്മൾ എത്ര ശതമാനം ചെയ്തോ അതിൻ്റെ അനുസരിച്ച് ശരിയായ രീതിയിൽ കിട്ടുവാനുള്ള ജന്മം തന്നെ കിട്ടും. കാരണം മനുഷ്യജന്മം ശ്രേഷ്ഠം. കാരണം ശ്രേഷ്ഠത എന്താണ് എന്ന് തിരക്കാൻ കഴിയുന്ന ശരീരം, തത്വജിജ്ഞാസ ഈ മനുഷ്യജന്മത്തിനെ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ശരീരത്തിനും സാധിക്കില്ല എന്ന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കി തരുന്നു. മൃഗീയ ശരീരം എന്ന് പറയുന്നത് 4 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. ഭക്ഷണം, ഉറക്കം, പ്രത്യുൽപാദനം, പ്രതിരോധം. ഈ 4 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃഗീയ ജീവിതം പോകുന്നത്. അതിൽ നമ്മൾ അന്വേഷിക്കുന്ന തത്വജിജ്ഞാസയുടെ വകുപ്പിലോട്ട് പോകുന്ന ഈ മനുഷ്യ ശരീരത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആയതിനാൽ ആ വ്യക്തിക്ക് സുനിശ്ചിതമാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്. കൃഷ്ണപ്രേമം എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ശരീരം എന്ന മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത, പരമലക്ഷ്യം, ജീവന്റെ പരമലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമം എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. ഈ ശ്ലോകം നമുക്ക് നമ്മുടെ ലക്ഷ്യം കാണിച്ചു തരുന്നു. എന്താണ് നമ്മളുടെ ലക്ഷ്യം എന്നുള്ളത് ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു. കാരണം നമ്മൾ പരിശ്രമിക്കാൻ ഉത്തേജനം തരുന്നു. കൃഷ്ണാവബോധത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് ഉത്തേജനം തരുന്നു. ഇതിൽ നഷ്ടമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വഴി മനസ്സിലാക്കി തരുന്നു.
എപ്രകാരമാണ് നമുക്ക് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഈ കൃഷ്ണാവബോധത്തിലേക്ക് ഭഗവത് സേവനത്തിൽ നമ്മുടെ ജീവിതം അർപ്പിതമാക്കി കഴിഞ്ഞാൽ ഇവിടെ നഷ്ടം ഒരിക്കലും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ വഴി എന്നെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു. കാരണം നീ മാത്രം ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഈ ലോകത്തെ ഏതാണ്ട് 700 ബില്യൺ ആൾക്കാർ കൂടുതലുണ്ട്. എന്നിട്ട് എത്ര പേരുണ്ട് ഈ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്നത്? അതാണ് സ്വല്പം അല്പസ്യ ധർമ്മസ്യ മനുഷ്യാനാം സഹസ്രേഷു കച്ചിത് യദതി സിദ്ധയെ യദതാമ വിസിദ്ധാനാം കച്ചിത് മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാർ ഈ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ വരും. മനുഷ്യാനാം സഹസ്രേഷു കച്ചിത് യദതി സിദ്ധയെ യദതാമപി സിദ്ധാനാം കച്ചിത് മാം വേത്തി തത്വതഃ. അതിൽ 1 or 2 ആൾക്കാരെ ശരിയായി എന്നെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുള്ളൂ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇതിൽ എത്ര പേര് വരും? എന്നാൽ എൻ്റെ അടുക്ക വരുന്നവർക്ക് ഒരു നഷ്ടവും ഞാൻ കൊടുക്കുകയില്ല. അവരെ എപ്പോഴും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് നമ്മൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇവിടെ ഇനിയും അധ്യായം 6 വ്യക്തമായി ഇത് വിശദീകരിക്കുന്നു. 6:43 തത്രതം ബുദ്ധിയോഗം ലഭത്തെ പൂർവദേഹികം യതതോ ചതതോ ഭൂയഃ സംസിത്ത് കുരുനന്ദന. അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻജന്മത്തിലെ ദിവ്യ അവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ അയാൾ പ്രയത്നം തുടരുന്നു. അപ്പോൾ ഇനി 2ാമത് ജന്മം വരുമ്പോൾ, അതുകൊണ്ട് ആ പ്യൂരിഫിക്കേഷൻ ജന്മം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ആ ദിവ്യത മനസ്സിലാക്കുകയും ആ അബദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കഴിവതും അങ്ങനെയുള്ള ശ്രേഷ്ഠ വ്യക്തികൾ പരിശ്രമിക്കും, പ്രയത്നം തുടരും. ഉദാഹരണം, ഭാരത മഹാരാജ്. ഭാഗവതത്തിലോട്ട് പോയാൽ നമ്മൾ നോക്കിയ ഭാരത മഹാരാജ് 3 ജന്മം കൊടുത്തു. ആദ്യ ഭാരത മഹാരാജായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു മാനിനോട് കൂടുതൽ ആസക്തി വന്ന് മാൻകുട്ടിയെ എടുത്ത് വളർത്തിയ കാരണം മരിച്ച സമയത്ത് മാന് ഞാൻ പോയി കഴിഞ്ഞാൽ ആരും നോക്കും മാനിനെ എന്നൊക്കെ ഉള്ള ചിന്താഗതി വന്ന സമയത്ത് ജന്മം മാനായിട്ട് കിട്ടി. പക്ഷേ ഭഗവാന്റെ കൃപയിൽ ഭക്തനായതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. പിന്നെ ജഡഭരതനായിട്ട് വരുന്നു. അപ്പോൾ ജഡഭരതൻ ആ ഒരു രീതിയിൽ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ 3 ജന്മം ഭരത മഹാരാജിന് മുൻപും. അപ്പോൾ ഈ ലോകത്തെ ഇളാവൃത വർഷ എന്നായിരുന്നു ഭരത മഹാരാജിന്റെ മുമ്പിൽ ഈ ഭാരതവർഷത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ഭാരത മഹാരാജിന് ശേഷമാണ് ഭാരത് വർഷമെന്ന് പേരാകുന്നത് നമുക്കറിയാം. അപ്പം യോഗിനാമപി സർവേഷാം മദ്ഗതോ അന്തരാത്മന ശ്രദ്ധവാൻ ഭജതോ യോ മാം സമേ യുക്തതമോ മതഃ. കൃഷ്ണൻ പറയുന്നു, ഏതാണ്ട് ഒരു 6 കാര്യങ്ങൾ, 6 ടിപ്പാണ് കൃഷ്ണൻ നമുക്ക് ഈ ശ്ലോകത്തിൽ കൂടി തരുന്നത്. പൂർണ്ണ വിശ്വാസത്തോടെ 1, എപ്പോഴും എല്ലായ്പ്പോഴും എപ്പോഴും 2, എന്നിൽ തന്നെ നിലകൊള്ളുകയും 3, എന്നെ തന്നെ ധ്യാനിച്ച് 4, ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം 5, എൻ്റെ ദിവ്യ സേവനത്തിൽ കഴിയുന്നവൻ 6, എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമൻ. അതായത് ഒരിക്കൽ കൂടി പറയാം, കൃഷ്ണൻ പറയുന്നു പൂർണ്ണ വിശ്വാസത്തോട് എപ്പോഴും അഥവാ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എൻ്റെ ദിവ്യ സേവനത്തിൽ കഴിയുന്നവൻ എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമൻ. അങ്ങനെ ഈ 6 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ കൂടി തരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഭഗവാൻ കാണിച്ചു തരുന്ന ഭഗവത്ഗീത എന്ന് പറയുന്നത് തത്വത്തിൽ അടിസ്ഥിതമാക്കിയതും ഒരു വ്യക്തിയുടെ ജീവൻ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു മാനുവലാണ്. എന്നാൽ ഭാഗവതം ഭക്തിയുടെ ഉത്തമത്തിലെത്തുകയും അത് കഥകളും ഭക്തന്മാരുമായിട്ടുള്ള ഭഗവാന്റെ ബന്ധങ്ങളും ലീലകളുമാണ് ഭാഗവതത്തിൽ. അപ്പോൾ ഈ ഭാഗവതവും ഭഗവത്ഗീതയും കൂടെ പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തത്വം കിട്ടുന്നു,
അതിൽ കൂടി ആ വ്യക്തി കൂടുതൽ ആകർഷണനാകുന്നു, ഭാഗവതത്തിലോട്ട് കയറുമ്പോൾ പ്രേമം കിട്ടുന്നു. അങ്ങനെ ഭക്തിയും പ്രേമവും കൂടെ ചേർന്ന് ഭക്തിയുത സേവനത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകുന്നു. ഇനി സാധാരണഗതിയിൽ യോഗ എന്നത് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഹിമാലയത്തിലെ തപസ്യ, ഒറ്റക്കാലിൽ നിന്ന് തപസ്യ, കഠിന നിഷ്ഠകൾ എല്ലാവരെയും ത്യജിക്കുക ഇത്യാദികളാണ് സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു 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 പ്രചാരണം. എന്നാൽ മുകളിൽ പറഞ്ഞ യോഗയുടെ ഒരു ചെറിയ പാർട്ടാണ് അഷ്ടാംഗ യോഗ. കർമ്മ യോഗ, ജ്ഞാനയോഗ, അഷ്ടാംഗ യോഗ, ഭക്തിയോഗ. കൃഷ്ണൻ ക്ലിയറായി പറയുന്നു, ഭക്തിയോഗ സുപ്രീമാണ്. കാരണം സുപ്രീമിനെ പറ്റി പഠിക്കുന്ന സംവിധാനത്തെയാണ് ഭക്തിയോഗ എന്ന് പറയുന്നത്. യോഗി കൃഷ്ണനുമായി പ്രേമവും ഭക്തിയും സേവയും ആയി ബന്ധം സ്ഥാപിക്കുന്നത് സുപ്രീം എന്ന് പറയുന്നു. അപ്പൊ ഏതൊരു യോഗി അല്ലെങ്കിൽ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി കൃഷ്ണനുമായി പ്രേമവും ഭക്തിയും സേവയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെയാണ് സുപ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സുപ്രീമിനെ മനസ്സിലാക്കി സുപ്രീമായിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നതിനെയാണ് സുപ്രീം എന്ന് പറയുന്നത്. കർമ്മത്തിനെ ത്യജിക്കുന്ന വ്യക്തി കർമ്മയോഗി. അല്പ നോളജ്, പരിത്യാഗം ഇവരെ ജ്ഞാനയോഗി. ഹൃദയത്തിൽ പരമാത്മാവിനെ ധ്യാനിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നവർ അഷ്ടാംഗയോഗി അല്ലെങ്കിൽ ധ്യാനയോഗി എന്നൊക്കെ വിളിക്കപ്പെടുന്നു. എന്നാൽ ഭഗവാനെ ഭക്തിയിലും സേവയിലും കൂടി ഭജിക്കുന്നത് ഭക്തിയോഗി. വളരെ നിസ്സാരമായിട്ടുള്ളത് ഭഗവാനെ ഭക്തിയുത സേവനത്തിൽ കൂടി ഭജിക്കുന്ന ആളിനെയാണ് ഭക്തിയോഗി എന്ന് പറയുന്നത്. പ്രഭുപാദ് പറയുന്നു, ഭക്തിയുടെ വഴിയിലെ വ്യത്യസ്ത നിറങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ 8 യോഗ പ്രക്രിയകളും ഭക്തിയുടെ വഴിയിലുള്ള വ്യത്യസ്തമായ നിറങ്ങളാണ്, കളറാണെന്നാണ് ശില പ്രഭുപാദ് പറയുന്നത്. എന്നാൽ യോഗ എന്നാൽ യോജിപ്പിക്കുക. ആരെ തമ്മിൽ യോഗിപ്പിക്കുക? പരമാത്മാവിനെ ജീവാത്മാവിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ആ പ്രസ്ഥാനത്തിനെയാണ് യോഗ എന്ന് പറയുന്നത്. ഇവിടെ യോഗ എന്നാൽ ഭക്തി യോഗ മറ്റ് എല്ലാ രീതിയിലും ഭക്തി യോഗയിലേക്കുള്ള വഴിയാണ് ഈ ഭക്തി യോഗ. മറ്റെല്ലാ യോഗകളിലേക്കുമുള്ള ഒരു വഴിയാണ് ഈ ഭക്തി യോഗ. ഭക്തി യോഗ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണ്. എന്തുകൊണ്ട് ഭക്തിയോഗ സ്വതന്ത്രമാണെന്ന് പറയാൻ കാരണം ഭഗവാൻ സ്വതന്ത്രനാണ്, ഭഗവാന്റെ അംശമായ ജീവാത്മാക്കളും സ്വതന്ത്രരാണ്. ആ ജീവാത്മാക്കൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. കാരണം കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അർജുനനോടെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും. എന്നിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, നിർബന്ധം ഇല്ല. അപ്പോൾ അർജുനൻ പറഞ്ഞു, കരിഷ്മേ വചനം തവ, ഞാൻ അങ്ങയുടെ വാക്കുകൾ ശിരസ വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യുദ്ധത്തിന് തയ്യാറാകുന്നു. അങ്ങനെ ആ കൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നു. അവിടെയാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ നമുക്ക് യഥേഷ്ടം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുരുപയോഗിക്കുന്നു. ഭക്തിയോഗ പ്രേമത്തിൻ്റെ വഴിയാണ്. എന്നാൽ ആൾക്കാർ കരുതുന്നത് യോഗസിദ്ധികൾ ആണ് എന്ന്. അല്ല. അതെല്ലാം ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. യോഗികളുടെ ചൈതന്യ മഹാപ്രഭു ഒരു യോഗിയോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഭാഗവതവും വരുന്നുണ്ട്. എന്നാൽ ചൈതന്യ ചരിതാമൃതത്തിലാണ് നമുക്ക് രാധാറാണിയെ പറ്റിയും മറ്റ് ആചാര്യന്മാരുടെ ഗ്രന്ഥത്തിൽ കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഉദാഹരണം, വെള്ളത്തിൽ കൂടിയുള്ള നടത്തം. ഈ അഷ്ടാംഗ യോഗികൾ ഒരിക്കൽ പ്രഭുപാദിൻ്റെ പല ലെക്ചറിലും ഉള്ളതാണ്. ഹൗറയിൽ ഒരാൾ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എത്ര വർഷം എടുത്തു എന്ന്. അപ്പോൾ പറഞ്ഞ് 20 വർഷത്തോളം എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞ് 25 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിൽ അപ്പുറത്ത് പോകാം. ആ 25 പൈസയേ ഉള്ളൂ നിൻ്റെ 20 വർഷത്തെ പ്രയത്നത്തിനെന്ന്. അപ്പം ഇതാണ് അഷ്ടാംഗ യോഗയിലെ ഓരോ കാര്യങ്ങളുള്ളത്. പക്ഷേ ഭക്തി യോഗ എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന
ആത്മനിർവൃതി. അതുകൊണ്ടാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം ഉണ്ടാകുന്നത് ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് ആ ആനന്ദത്തെ പരമാനന്ദമാക്കി മാറ്റിയെടുക്കുന്നത്. ഇവിടെ ലോകത്തിൽ ഒരാൾക്കും ഭയമില്ലാത്തവരില്ല. ഈ ഭൗതിക ലോകത്തില് ഭക്തിരസാമൃത സിന്ധുവിലൊക്കെ പറയുന്നുണ്ട്, ലോകത്തിൽ ഒരാൾക്കും ഭയം ഇല്ലാത്തവരില്ല. എന്നാൽ ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾക്ക് ഭയമുണ്ട്, പക്ഷെ കുറഞ്ഞും കൂടിയും ഇരിക്കും. അപ്പൊ ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾക്ക് ഭയമുണ്ട്, അത് കൂടുതലും കുറവുമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ ലോകത്ത് ഒരാൾ ഓരോ കാൽവെപ്പിലും യത് പദം പദം വിപദമാണ്, ഭയമാണ് പ്രകൃതിയുടെ നിയമം, പേടി വരുന്നത് അറിവില്ലായ്മയിൽ കൂടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഭയമുണ്ടാകുന്നത് ആ വ്യക്തിയുടെ അറിവില്ലായ്മയിൽ കൂടിയാണെന്ന് ശാസ്ത്രം പറയുന്നു. അറ്റാച്ച്മെന്റിൽ കൂടി വരുന്നു ഭയം, ചിന്താഗതിയിൽ കൂടി ഭയം വരുന്നു, ഭാവിയുടെ ചിന്തയിൽ, മാരകമായ രോഗത്തിന്റെ ചിന്തയിൽ, പ്രകൃതി ദുരന്തത്തിന്റെ ചിന്തയിൽ, അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകളിൽ കൂടി നമുക്ക് ഒരുപാട് ഭയങ്ങൾ വരുന്നു. അറ്റാച്ച്മെന്റിൽ കൂടി വരുന്നുണ്ട്, ചിന്താഗതിയിൽ കൂടി വരുന്നുണ്ട്, ഭാവിയുടെ ചിന്തയെ പറ്റി വരുന്നുണ്ട്, മാരക രോഗത്തെ പറ്റിയുള്ള ഭയത്തിൽ കൂടി വരുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങളിൽ കൂടി വരുന്നുണ്ട് എന്ന് വേണ്ട സർവമാന തരത്തിൽ കൂടിയും ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾ ഭയം വരുന്നു എന്നാണ്. പേടി നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയുടെ ഭയം നമ്മളെ കൊണ്ടുപോകുന്നത്. ഭഗവാനെ പ്രേമം ഉദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നടത്തിക്കുന്നത് കൃഷ്ണന്റെ പ്രവൃത്തിയിലാണ്. അപ്പൊ ഏതൊരു വ്യക്തി ഭഗവാനിൽ പ്രേമം ഉദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നടത്തിക്കുന്ന കൃഷ്ണപ്രേമത്തിലാണ്. അപ്പൊ അവിടെ ഭയം വരുന്നില്ല ആ വ്യക്തിക്ക്. അല്ലാത്തിടത്തോളം കാലം ഈ മുകളിൽ പറഞ്ഞ പല കാര്യങ്ങളിലും ആ വ്യക്തിക്ക് ഭയമുണ്ടാകുന്നു. അർജുനന് യുദ്ധം ചെയ്യാൻ ഭയമായിരുന്നു. കാരണം കർമ്മത്തിന്റെ പരിണിത ഫലത്തിൽ അർജുനന് ഭയമുണ്ടായിരുന്നു. കൃഷ്ണൻ പറയുന്നു, ക്ഷത്രിയ നിന്റെ സ്വഭാവം യുദ്ധം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ യുദ്ധം ചെയ്യുക. കൃഷ്ണൻ പറയുന്ന അർജുനന്റെ അടുക്കൽ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കണ്ട. ഒരു വ്യക്തി ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണ്ട എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നു. എന്നാൽ അത് നമ്മളോടാണ് പറയുന്നത്. അറിവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്, ഭയത്തിന്റെ അടിസ്ഥാനത്തില്ല. ആ ഒരു വ്യക്തി അറിവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം. ശ്രേഷ്ഠ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്റെ സ്വഭാവത്തിൽ നിന്റെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനമാക്കി, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ റിയലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം. എങ്കിൽ മാത്രമേ അത് ശാശ്വതമാവുകയുള്ളൂ. ഇവിടെ കൂടുതൽ സമയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സുരക്ഷയുടെയും ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ടും സാധാരണക്കാർ തീരുമാനമെടുക്കുന്നത് സുരക്ഷയുടെയും ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും അടിസ്ഥാനത്തിൽ. എന്നാൽ ശരിയായ തീരുമാനം തണുത്ത ബുദ്ധിയിലെടുക്കുക, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലെടുക്കുക. ഒരു വ്യക്തി ശരിയായ തീരുമാനമെടുക്കാമെങ്കിൽ ചൂടായിരിക്കുന്ന സമയത്ത് ശരിയായിട്ട് ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യം എന്ന സംവിധാനം അവിടെ എത്തുന്നു. ആയതിനാൽ കൂളായിരിക്കുന്ന സമയത്ത്, ബുദ്ധി ഭ്രമമില്ലാതിരിക്കുന്ന സമയത്ത്, നമ്മൾക്ക് ദേഷ്യമില്ലാത്ത സമയത്ത് തണുത്ത ബുദ്ധിയിൽ തീരുമാനം എടുക്കണം. അതും ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്ന് പറയുന്നു. ഒരു സത്യം, ഈ ലോകത്ത് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിൽ മുതിർന്നവരാണെന്നുള്ള ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആചാര്യന്മാർ പറയുന്നു. ഒന്ന്, തീരുമാനമെടുക്കേണ്ട ധർമ്മശാസ്ത്രത്തിന്റെയും ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ. രണ്ട്, തീരുമാനമെടുക്കേണ്ടത് ശ്രേഷ്ഠ ആത്മീയ
വാദികളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അകിഞ്ചനരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. കാരണം അവിടെ ഭൗതികത കലരുന്നില്ല അകിഞ്ചനരുടെ തീരുമാനം വരുമ്പോൾ. 3, എന്നിട്ട് ശരിയായ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ 3 തരത്തിൽ വേണം നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടതെന്ന് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ തീരുമാനമെടുക്കേണ്ട വ്യക്തി ജീവിതത്തിൽ നമുക്ക് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു വ്യക്തിയും സങ്കടപ്പെടേണ്ട. ആ വ്യക്തിക്ക് വിജയിച്ച മാത്രയിലാണ് ആ വ്യക്തി. അപ്പോൾ സാധാരണഗതിയിൽ അകിഞ്ചരുടെ നിർദ്ദേശം തേടില്ല സാധാരണക്കാർ. അതായത് വരിഷ്ഠഭക്തരുടെ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുനാഥൻ്റെയോ തീരുമാനം എടുക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കും ഇങ്ങനെ ഒരു അവസരം വന്ന്, അപ്പം ഞാൻ എൻ്റെ ആധ്യാത്മിക ഗുരുനാഥനോട് 2 ജോലി കിട്ടിയപ്പോൾ ഞാൻ എഴുതി ചോദിച്ചു, എനിക്ക് നല്ല 2 ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ പിന്നെ പോകട്ടെ. അപ്പം എന്നോട് പറഞ്ഞത്, നീ പോകുന്നത് എവിടെ ആയാലും കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ ഈസി ആണെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ നീ ജോലി ചെയ്യുന്ന അത് തുടരുക. ഞാൻ പോയില്ല. അപ്പൊ ഇത് അവർ പറഞ്ഞ അഹിംസരാണ്. അവർ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. അത് എല്ലാ ദീക്ഷയെടുത്ത മാന്യ വ്യക്തികൾക്കും എല്ലാവരും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായാലും ചെറിയതായാലും വലുതായാലും ആധ്യാത്മിക ഗുരുനാഥന്മാരുടെ അല്ലെങ്കിൽ വരിഷ്ഠ ഭക്തരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്ക് പഠിച്ചിരിക്കണം. അപ്പൊ ഏറ്റവും താഴ്ന്ന ആൾക്കാർ എടുക്കുന്ന തീരുമാനം, എനിക്ക് ഒന്നിനെയും ആശ്രയിക്കേണ്ട, ആത്മീയ ഗ്രന്ഥത്തിനെയോ വരിഷ്ഠ ഭക്തരുടെ ഉപദേശത്തെയോ, ഞാൻ ഭഗവാനിൽ പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ തീരുമാനത്തിൽ നമ്മൾ പോകരുത്. ഉദാഹരണം, ദുര്യോധനൻ രാവണന് എല്ലാം ആരുടെയും നിർദ്ദേശം സ്വീകരിച്ചില്ല. ജീവിതത്തിൽ അറ്റാച്ച്മെന്റ് തെറ്റായ തീരുമാനം എടുക്കാൻ നിർബന്ധിതരാക്കുന്നു. അപ്പൊ ഇവിടെ അറ്റാച്ച്മെന്റ് ആണ് ധൃതരാഷ്ട്രരെ തെറ്റായ തീരുമാനം എടുക്കാൻ നിർബന്ധിതരായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റാച്ച്മെന്റ് ശരിയായ തീരുമാനമെടുക്കാൻ പല സമയത്തും സാധിക്കുന്നില്ല. വിതുരൻ, സഞ്ജയൻ, ഭീഷ്മ എന്നിവർ പല സമയങ്ങളും നല്ലത് പറഞ്ഞു കൊടുത്തു, ധൃതരാഷ്ട്രർ സ്വീകരിച്ചില്ല. അവർ പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ലതായിട്ട് തോന്നും, എന്നാൽ അറ്റാച്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മക്കൾ അതിനെ വിപരീതമായിട്ട് പറയുമ്പോൾ അവർ മക്കളുടെ സൈഡിൽ നിൽക്കുന്നു. ഇതാണ് അറ്റാച്ച്മെന്റിന്റെ പ്രശ്നം. രാജാവ് മനസ്സിലാക്കി ധർമ്മ എന്ത്, അധർമ്മം എന്ത് എന്ന്. എന്നാൽ ധൃതരാഷ്ട്രർക്ക് സ്വാർത്ഥത എൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളൊരു സ്വാർത്ഥത വരുന്നു. സ്വാർത്ഥതയിൽ തീരുമാനമെടുക്കുമ്പോൾ അതിനും അപാകതകളുണ്ട്. എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും? ഇവിടെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, സ്വാർത്ഥത ഉള്ള ബുദ്ധിയിൽ ശരിയായ തീരുമാനം വരില്ല. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ കൂടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കുക ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയുടെ ബുദ്ധിയിൽ സ്വാർത്ഥതയുണ്ടോ, ആ സ്വാർത്ഥതയുള്ള വ്യക്തിയുടെ ബുദ്ധിയിൽ ശരിയായ തീരുമാനം വരുവില്ല എന്ന് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു. സഞ്ജയൻ വ്യാസദേവൻ കൂടി മനസ്സിലാക്കി കൃഷ്ണനാണ് സുപ്രീം ഭഗവാൻ എന്ന്, എന്നാൽ സർവ്വതിൻ്റെയും കാര്യകാരണം എന്നും മനസ്സിലാക്കി. മനസ്സിന്റെ സ്വഭാവം സങ്കല്പ വികല്പ മനഃ. അപ്പൊ മനസ്സിന്റെ സ്വഭാവം സങ്കല്പം വികല്പം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും നമ്മളുടെ മനസ്സ്. അതാണ് ഇവിടെ ധൃതരാഷ്ട്ര, സഞ്ജയന്റെ, വിതുരര്, ഭീഷ്മർ ഇവരുടെ എല്ലാം സംഘത്തിൽ ഇവർ പറയുന്നത് അംഗീകരിക്കുന്നു, ഇത് സങ്കല്പ. എന്നാൽ മക്കളുമായുള്ള സംഘത്തിൽ വികല്പ വരുന്നു. ശ്രേഷ്ഠ പറഞ്ഞത് അനുസരിക്കുന്നില്ല. സത്യത്തിൽ ഗാന്ധാരി ധാർമ്മികതയിൽ ശ്രേഷ്ഠ. ഈ യുദ്ധത്തിന് താല്പര്യമില്ലായിരുന്നു. മക്കളെയും ഭർത്താവിനെയും അനുസരിച്ചു.
ഇവിടെ അവസാനം ദുഃഖം. ഗാന്ധാരി ശരിക്കും നല്ലൊരു ആത്മീയവാദിയായിരുന്നു. അവർക്ക് ഈ യുദ്ധത്തിന് യാതൊരു താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെയും മക്കളുടെയും ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് മിണ്ടിയില്ല. അതിൻ്റെ പരിണിതഫലം അവസാനം ദുഃഖമായി മാറി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഇതൊക്കെ നമുക്കൊരു ഗുണപാഠമാകണം. പലതവണ ദുര്യോധനെ ശകാരിച്ചു, നല്ലത് പറഞ്ഞു കൊടുത്തു, തലയിൽ കയറിയില്ല. ഒന്ന്, ഞാൻ ഇത് ചെയ്യും എന്ത് വന്നാലും എന്ന മനോഭാവമുള്ളപ്പോൾ, എന്നെ അടിക്കേണ്ട അമ്മാവ, ഞാൻ നന്നാകില്ല എന്ന് ഉള്ള മനോഭാവം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ദുര്യോധനൻ പറയുന്നു, ലോകം നശിച്ചാലും കൃഷ്ണൻ പരമപുരുഷനായാലും ശരി, ഞാൻ സൂചി കുത്താൻ സ്ഥലം കൊടുക്കില്ല. അതിൻ്റെ പരിണിത ഫലമായിട്ടാണല്ലോ നമുക്കറിയാം യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ദ്രൗപദി ചോദിക്കുന്നു യുധിഷ്ഠിരന്റെ അടുക്കൽ, നിങ്ങൾ എപ്പോഴും ധർമ്മം 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 എന്ന് പറയുന്നു, എന്നിട്ട് എന്ത് നേടി? കാട്ടിൽ താമസിക്കേണ്ട ഗതികേട് വന്നില്ലയോ എന്ന് ദ്രൗപദി ചോദിക്കുന്നു. ഇവിടെ യുധിഷ്ഠിരർ പറയുന്നു, സാരമില്ല, എല്ലാം ശരിയാകുമെന്ന്. ഒരു വ്യക്തി തൻ്റെ വളരെ മോശമായ സമയത്തും തൻ്റെ ധർമ്മത്തെ കെട്ടിപ്പിടിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. അപ്പോൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ലതും ചീത്തയും കൂടി കടന്നു പോകുന്നു. ഒരാളും എപ്പോഴും നല്ലത് മാത്രം കൂടി കടന്നു പോകുന്ന വ്യക്തികളില്ല. അപ്പോൾ പാകമായ കർമ്മവും പാകമാകാത്ത കർമ്മത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പ്രവൃത്തിയുടെ അനുസരിച്ച് നമുക്ക് നല്ലതും ചീത്തയൊക്കെ കൊണ്ടുവരും. നമ്മൾ വേദനയൊക്കെ അനുഭവിക്കണം. അപ്പോൾ അവിടെയും കൃഷ്ണനെ കൈവിടാതെ ലാളിച്ച് കൃഷ്ണപ്രേമ സേവനത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ശ്രേഷ്ഠ വ്യക്തി എന്ന് പറയപ്പെടുന്നു. നല്ല സമയത്ത് എല്ലാവരും നല്ലവർ. ദുര്യോധനന്റെ തീരുമാനം ബുദ്ധിയിൽ കാർമേഘം കയറിയ മാതിരി. കാരണം വിതുരരെയും പുറത്താക്കി. അപ്പൊ ദുര്യോധനന്റെ ബുദ്ധിയിൽ കാർമേഘം കയറി. ഒരാളിൽ തെറ്റായ തീരുമാനം കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതം പോയി. അപ്പൊ ദുര്യോധനന്റെ തെറ്റായ തീരുമാനം കാരണം കോടാനുകോടി ആൾക്കാരുടെ ജീവിതം പോയി. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ ഒരു തീരുമാനത്തിൽ എടുത്തു ചാടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് തുനിയുമ്പോൾ എൻ്റെ പുറകിലുള്ളവർക്ക് യാതൊരു ദോഷവും വരുത്തരുത് എന്ന മനോഭാവത്തോടു കൂടി നമ്മൾ തണുത്ത ബുദ്ധിയോടുകൂടി ആത്മീയതയിൽ കൂടി, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വരിഷ്ഠ ഭക്തരുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ അതിശയം വരും. അയ്യോ, ഞാൻ ഇത്ര ക്ലിയർ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലോ എന്ന ഒരു ധാരണയെ നമുക്ക് അന്നേരം പിന്നീടുണ്ടാകും. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുണ്ട്, അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നതാണിത്. കാരണം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് അറിവിൻ്റെയും ആത്മീയതയുടെയും അടിസ്ഥാനത്തിൽ വേണം. അപ്പോൾ അന്ധമായിട്ട് ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കരുത്. എന്നാൽ ഇന്നത്തെ സമൂഹം നേരെ പറയുന്നത്, കുഞ്ഞെ കൃഷ്ണാവബോധത്തിൽ ആ വ്യക്തി വന്നാൽ, കുഞ്ഞെ ഇത് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുവാനുള്ള സമയമല്ല, നീ 80ാമത്തെ വയസ്സിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ കാമുകി അല്ലെങ്കിൽ അതുപോലുള്ള ലവർ ഇങ്ങനെ ആരുമായിക്കിട്ട് ഒരു പാർക്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ പാർക്കിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഇന്ന് വിരിഞ്ഞ റോസും നാളെ ഇന്നലത്തെ ദിവസം വിരിഞ്ഞ റോസും ഉണ്ട്. ഏത് റോസായിരിക്കും പറിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കാമുകിക്കോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ സ്നേഹമുള്ള വ്യക്തിക്ക് കൊടുക്കുന്നത്? ഇന്ന് വിരിഞ്ഞതല്ലേ. അപ്പൊ ഈശ്വരന് മാത്രം നമ്മൾ വാർദ്ധക്യം കൊടുക്കുന്നു. അപ്പോ പ്രഹ്ലാദ് മഹാരാജ് പറയുന്ന യൗവനമാണ് ഭഗവാന് കൊടുക്കേണ്ടത്. 5 വയസ്സ് തൊട്ട് കുട്ടികളെ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യണം. ആചരേണ കൗമാര എന്നാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്. അപ്പോൾ
നമ്മൾ ശ്രേഷ്ഠമായ വ്യക്തിക്ക് ഫ്രഷായ പൂവല്ലേ കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ യൗവനമാണ് നമ്മൾ ഭഗവാൻ അർപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ പറയും, സമയമായില്ല മോനെ, നിരുത്സാഹപ്പെടുത്തും, ഇതിൻ്റെ ആവശ്യമില്ല. ആ തീരുമാനത്തെ സ്വീകരിക്കേണ്ട. അത് കാരണം അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിപരീതമാണ്. അവ ധൈര്യമായിട്ട് കൃഷ്ണാവബോധത്തിൽ കൊണ്ടുപോകാം. കാരണം ഈ നോളജ് കിട്ടിയ വ്യക്തിക്ക് അറിയാം, ഈ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൽ ഗുണമേ ഉള്ളൂ. തന്നെയല്ല, ഭഗവാനുമായിട്ട് യഥാർത്ഥ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഞാൻ യോഗയുടെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു, എൻ്റെ യഥാർത്ഥ പൊസിഷനിൽ, യഥാർത്ഥ അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നു, ജീവസ്വരൂപേ നിത്യേന കൃഷ്ണദാസ് എന്നുള്ള ഭാവത്തിൽ ഞാൻ എത്തുന്നു. ഇത്യാദി കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് അറിവുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ് ഈ ചഞ്ചലമായ അവസ്ഥയിൽ എത്തത്തില്ല എന്ന് പറയപ്പെടുന്നു. ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൻ്റെ ലോ ബുക്കാണ്. അറിവില്ലായ്മ ഭഗവാന്റെ കോർട്ടിൽ പരിഹാരമില്ല, ശിക്ഷ ഉറപ്പാണ്. അപ്പൊ ആരും പറയരുത്. ഉദാഹരണം പറയാനുണ്ടെങ്കിൽ, ഒരു കൊച്ചുകുട്ടിക്ക് വിളക്ക് കത്തിച്ചിരിക്കുന്നു, അഗ്നിയിൽ തൊട്ടാൽ കൈ പൊള്ളുമെന്നറിയില്ല, പക്ഷേ കുട്ടി തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുന്നു. എന്തുകൊണ്ട്? അറിവില്ലായ്മയ്ക്ക് ഇവിടെ യാതൊരു എക്സ്ക്യൂസും ഇല്ല. ഭഗവാൻ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന് എന്തോ നെറ്റ് ഇഷ്യൂ ആയിരിക്കും മാജി, കേൾക്കുന്നില്ല. പ്രഭു റീജോയിൻ ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു മ്യൂട്ടിലാണ്, പ്രഭു മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്ന സോറി. പ്രഭു കണ്ടിന്യൂ. മരണാനന്ത ജീവിതത്തില് യമരാജന്റെ പറയുക, ഇങ്ങനെയൊക്കെ നിയമമുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. രക്ഷയുണ്ടോ? നല്ലതും ചീത്തയും തീർച്ചയായിട്ടും തിരിച്ചറിയണം, അല്ലെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. കാരണം കാർമിക് ലോ വളരെ ശക്തമാണ്. മരണഭയമാണ് ഏത് വഴി നോക്കിയാലും. ത്രായതോ മഹതോ ഭയാ, ശ്രേഷ്ഠ ഭയം. ഭഗവത് പരിപാലനം ചെയ്താൽ സ്വാഭാവികമായിട്ട് ഭയത്തിൽ നിന്ന് സംരക്ഷണം കിട്ടും. കാരണം അതുകൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്, വിഷ്ണു ഭക്തർക്കാണ് ഭയവും ആകാംക്ഷയും ഇല്ലാത്തവരെന്ന് ഹിരണ്യകശിപുവിനോട് പറഞ്ഞു. ഹിരണ്യകശിപുവിന് ഭയം എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഹിരണ്യകശിപു ചോദിക്കുന്നു, ഭയം എന്ന് വെച്ചാൽ എന്ത് സാധനമാണ്? പക്ഷേ നരസിംഹദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹിരണ്യകശിപുവിന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഭയമുണ്ടായി, വിറയ്ക്കാൻ തുടങ്ങി. അപ്പം ഭയം എന്ന് പറയുന്നത് ഏത് വ്യക്തിയുടെയും കൂടപ്പിറപ്പാണ്. കാരണം മരണഭയം ഭയങ്കരമാണ്. ഇവിടെ ഭഗവത് ധർമ്മ പരിപാലനം ചെയ്താൽ സ്വാഭാവികമായിട്ട് ഭയത്തിൽ നിന്ന് രക്ഷപ്പെടും, ഉറപ്പ്. കൃഷ്ണന്റെ ശുദ്ധഭക്തനായാൽ പിന്നെ ജന്മമില്ല, നേരെ ആത്മീയ ലോകത്ത് പോകാം. അബ്രഹ്മ ഭുവനോ ലോകോ പുനർജന്മ ആവർത്തനോ അർജുന മാവുപേതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. ദുഃഖാലയം അശാശ്വതമായ ലോകത്ത് ജന്മമില്ല, നേച്ചറിൽ എത്തുന്നു. ഇതാണ് ഭക്തിയുടെ കൈമുന്യനായം, ഫലം. ഭക്തിയുടെ ഭയം അതിനെ ചെയ്യുന്നതനുസരിച്ച് ചെറിയ തീരുമാനം വേണോ, സീരിയസ് ആയ തീരുമാനം വേണോ എന്ന് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് തീരുമാനം വേണം എന്ന് നമ്മൾ തിരഞ്ഞെടുക്കാം. സങ്കല്പ വികല്പ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ്.
അപ്പൊ നമ്മളുടെ സങ്കല്പത്തിന് നമ്മൾ ഭഗവത് ഭക്തിയുടെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ തീരുമാനിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡിവോട്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. കേട്ടില്ല മാതാജി. ഡിവോട്ടീസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. പ്രഭു ആർക്കും ഡൗട്ട്സ് ഇല്ലാന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ദുഭേഷ്ട കൃപ സിന്ധുഭ്യ വച പദാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ. നാമധേയ ഹരിദാസ് ഠാकुर की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. Thank you so much പ്രഭു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ.